ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് ഇങ്ങനെ പോരാട്ടോ. അപ്പം നമുക്ക് പോരുന്ന സമയത്ത് കുറച്ച് ഗുളിക വാങ്ങാണ്ട് അതൊന്ന് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് അതൊന്ന് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ്. നമ്മളെ വീടൊക്കെ 2 ദിവസം അടിച്ചിട്ടാൽ നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പോയി കാണുക തന്നെ വേണം. അപ്പോഴാണ് ഞങ്ങൾ വരുന്ന വൈമിൽ ഇതാട്ടോ, ഇവിടെ വയലിലൊക്കെ വെള്ളം കയറി, നന്നായിട്ട് മഴയാണല്ലോ, നല്ലോണം വെള്ളം കയറിനെ. അപ്പം ഞങ്ങൾക്കൊരു പേടിയിട്ട് പോരുന്ന വൈമലൊക്കെ റോട്ടുമ്മൽ വെള്ളം കയറിനോ, നമ്മൾ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരാളോട് ചോദിച്ചപ്പോൾ എല്ലാ റോട്ടുമ്മ വെള്ളം കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധൈര്യത്തിൽ ഞങ്ങൾ ഇതാട്ടോ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുക. എന്താ അവിടെ ഒക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം കയറിനെ. ഇതുപോലൊക്കെ വെള്ളം കയറിയവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ ഉരുൾ പൊട്ടിയാലൊക്കെ ഒരു പേടിയാണല്ലോ. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടോ, വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുക. എന്താ പുഴയൊക്കെ നിറഞ്ഞിന് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയോണ്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിട്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരവസ്ഥ. 2 ദിവസം നമ്മളെ വീടൊന്ന് അടിച്ചിട്ടാൽ നമ്മളെ വീടിൻ്റെ ഒരവസ്ഥ തന്നെ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിരുന്നു ഞാൻ. പിന്നെ നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മളെടുക്കേണ്ടത് നമ്മൾ തന്നെ എടുക്കണമല്ലോ. അപ്പം ഇനി വേഗം ഭക്ഷണം കാര്യങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കോളേജിൽ നിന്നൊക്കെ വരുന്നതായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് കുളിച്ചിങ്ങോട്ട് വീട്ടിൽ കയറുകയാണെങ്കിൽ അതാണ് സുഖം. ഒക്കെ ഞാൻ പുറത്തിങ്ങോട്ട് വെച്ച് അതൊന്നും ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റാതെ വേഗം പോയി നന്നായിട്ടൊന്ന് കുളിച്ച് ഞങ്ങൾ 3 ആളും കേട്ടോ, മോനും ഞാനും കാക്കിയൊക്കെ കുളിച്ച് കഴിഞ്ഞ് പിന്നെ വേഗം ഇങ്ങോട്ട് അടുക്കളയിലേക്കട്ട് ഇറങ്ങി. ഇനിയാണ് നമ്മളെ കലാപരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പാത്രവും എനിക്കൊരു വസ്തുണ്ട്, എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെല്ലാ പാത്രവും ഇട്ട് ഇങ്ങോട്ട് കഴുകണം. എനിക്കൊരിതാണത്, എന്നാലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ പാത്രവും ഇങ്ങോട്ട് എടുത്തിട്ട് ഒക്കെ ഒന്ന് കഴുകി അതിൻ്റെ ശേഷമാണ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി കഴിഞ്ഞ് അങ്ങനെ ഭക്ഷണം അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകി കഴിച്ചാൽ വെള്ളമൊക്കെ കോരി വെച്ച് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങിട്ടോ. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലെ പണിയോട് കഴിഞ്ഞപ്പോഴാണ് നമ്മളിന്നെ ഉള്ളിൽ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ പോണേ. ഇതൊക്കെ അടിച്ചിങ്ങോട്ട് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നമുക്ക് വേഗം ചോറിന് വെള്ളം അടുപ്പത്തൊക്കെ കറി ഉണ്ടാക്കുക, നമ്മളെ പണികൾ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിയും കേട്ടോ. പിന്നെ അലക്കലൊക്കെ പിറ്റേന്ന് ഇടാക്കാന്ന് വിചാരിച്ചു. എല്ലോടും ഇന്നൊരു ദിവസം എടുത്താൽ നാളേക്ക് നമ്മൾ എണീക്കാണ്ടാവില്ല. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ ഇങ്ങോട്ട് ഓരോ പണികൾ ഇങ്ങോട്ട് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെ കിച്ചൺ എന്താ വൃത്തിയാക്കി എടുത്തിട്ട് ചോറിന് വെള്ളം അടുപ്പത്തിട്ട് വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ കാക്ക കൂടി തരുന്നുണ്ട്, മോനും കൂടി തരുന്നുണ്ട് കേട്ടോ. ഓനൊന്ന് സ്കൂളില്ലാത്തതുകൊണ്ട്, വലിയവന് സ്കൂളില്ലാത്തതുകൊണ്ട് ഓനും കൂടി തരുന്നുണ്ട്. മുറ്റൊക്കെ ഓല അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം അടുപ്പത്തിട്ട് കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചാൽ ഞാൻ വേഗം റൂം ഇങ്ങോട്ട് ഒക്കെ ഒന്ന് തട്ടി കൊട്ടി ഇങ്ങോട്ട് നന്നാക്കട്ടെ. ഒരു പൂപ്പൽ എന്തൊരു മണം. 2 ദിവസമേ നമ്മളിവിടെ ഇല്ലാതെന്നുള്ളൂ, അപ്പോഴത്തേനും നമ്മളെ വീട് ഒരു സ്മെല്ല്. അങ്ങനെ ഓരോന്നും ഇങ്ങോട്ടേ ഈ ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയില്ലട്ടെ. എല്ലോടെയും ഇങ്ങോട്ട് അലക്കിയിടാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. ആ ബെഡ്ഷീറ്റ് അതന്നെ ഇട്ടിട്ട് അപ്പം ഞാൻ സോഫൻ്റെ അവിടെയും ജനലൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഇങ്ങോട്ട് നന്നാക്കിയാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടുമ്പോൾ നമ്മളെ പണികൾ വേഗം അങ്ങോട്ട് കഴിയും. പിന്നെ പിറ്റേന്ന് തന്നെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് തട്ടി കൊട്ടി നന്നാക്കി നമുക്ക് നല്ലോണം ഇങ്ങോട്ട് തുടച്ച് ഇങ്ങോട്ട് എടുത്താൽ തന്നെ നല്ലൊരിതാണ്. എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടി നമുക്കവിടെ കുളിക്കാം. എന്താ അപ്പോൾ ഇവിടെയും ഞാൻ നല്ലോണം വൃത്തിയാക്കിയ തട്ടി ഇങ്ങോട്ട് പൊടിയൊക്കെ തട്ടി ഇങ്ങോട്ട് ഇട്ട്. അപ്പോൾ മോനിങ്ങനെ പറയുന്നുണ്ട്, ഉമ്മച്ചി നല്ലോണം പൊടി മണക്കണുണ്ട്. ഓന് വേഗമായിട്ട് അലർജിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു റൂം നന്നാക്കിയിട്ട് ഓനെ വേഗം ഒരു റൂമിലേക്കട്ട് ആക്കിയിട്ടതാ. ഓന് വലിയ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചട്ടെ. അങ്ങനെ എല്ലാ പണികളും ഇനി ആളും ഇങ്ങോട്ട് റെഡിയാക്കി ഇനി മറ്റേ ബെഡ്റൂമിലേക്കൊന്ന് കയറിയിട്ടോ. അപ്പോൾ അടുത്ത ബെഡ്റൂം അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി ഇതിമേ 2 ബെഡും വരെ നമുക്ക് വേറെ പുതിയ ബെഡ്ഷീറ്റ് അവിടെ എടുത്തിടാം കേട്ടോ. പുതിയ ബെഡ്ഷീറ്റ് എന്നല്ല, നമ്മൾ അലക്കി വെച്ച ബെഡ്ഷീറ്റ് എടുത്തിടാന്ന് വിചാരിച്ച് അങ്ങനത്തെ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുട്ടപ്പനാക്കി കേട്ടോ റൂമൊക്കെ. ഇന്ന് കഴിഞ്ഞിട്ടുള്ള നന്നായിട്ടൊന്ന് അടിച്ചുതരാം. ഇതിനെ കാണുന്നതാണ് നമ്മൾ കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ പുറത്തട വെച്ചതാട്ടോ. അതിനെ ഉള്ളിലേക്ക് ഇടയ്ക്ക് കയറ്റിയില്ല. അതിന് നാളെ ആവട്ടെ, പിറ്റേന്ന് നമുക്കെല്ലാം അലക്കി ഒതുക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കാം. പിന്നെ അതാ നമ്മളെ ഡൈനിങ് ഹാളുണ്ടോ, കുറച്ച് ചെടികൾ ഇങ്ങനെ ഞാൻ സ്റ്റെപ്പുമ്മേൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടോ. അതൊക്കെ നടിയൊക്കെ അടിച്ചേരി അങ്ങനെ എല്ലാ പണികളും അതിൻ്റെ ഇടയിൽ ഭക്ഷണങ്ങൾ റെഡിയായി. ഇനി തുടച്ചിങ്ങോട്ട് അതിൻ്റെ ഇടയിൽ നമ്മളതാ മീൻ കുളതാ
അതും അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ചു തരും കേട്ടോ. എല്ലാം വൃത്തിയാക്കി എന്താ ക്ലീൻ ആയിക്കണേ. ഇപ്പം നമുക്ക് നമ്മളെ വീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യം കേട്ടോ. എവിടെ പോയാലും നമുക്ക് നമ്മളെ വീട്ടിലെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അപ്പം എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇനി പിറ്റേന്ന് നേരെ വെളുത്തിട്ട് മതി നമുക്ക് പുറത്തുള്ള പണികളൊക്കെ എടുക്കാൻ. എന്നാലും മുൻഭാഗമൊക്കെ കുറേ ഓരൊക്കെ അടിച്ചു തരുന്നുണ്ട് കേട്ടോ. കാക്കയും മോനോടെയൊക്കെ ഒന്ന് അടിച്ചു തരി വൃത്തിയാക്കി നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കേ.